ഹായ് എവരി വൺ 2024 ഒരു മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഇതിൽ കാണിക്കുന്നത് ഹൈബ്രിഡൈസേഷനാണ്, രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളുടെയാണ്. വിപരീത ഗുണങ്ങൾ കാണിക്കുന്ന രണ്ട് സസ്യങ്ങളുടെ വർഗ്ഗസങ്കരമാണ് കാണിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഹൈബ്രിഡൈസേഷൻ ഓഫ് ടു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് ദി ക്യാരക്ടേഴ്സ് സീഡ് കളർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ വിച്ച് വിൽ ബി ദി റെസസീവ് ട്രേറ്റ് ഓഫ് ദി F1 ജനറേഷൻ. നോക്കാം നമുക്ക്. രണ്ട് പാരൻസ് ഉണ്ട്. യെല്ലോ സീഡ് പ്ലാന്റ് ക്യാപിറ്റൽ Y, ഗ്രീൻ സീഡ് പ്ലാന്റ് സ്മോൾ y. രണ്ട് പാരൻസ് ഉണ്ട്. ഒരു പാരൻറ്റിൻ്റെ സീഡ് എങ്ങനെയാണ്? യെല്ലോ സീഡ്, മഞ്ഞ വിത്താണ്. മറ്റ് പാരൻ്റെ സീഡ് എങ്ങനെയാണ്? ഗ്രീൻ സീഡ് അല്ലെങ്കിൽ പച്ച വിത്താണ്. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് വ്യക്തമാണ്. എന്ത്? ക്യാപിറ്റൽ Y യെല്ലോ സീഡാണ് എന്ത്? ഡോമിനൻ്റ് ക്യാരക്ടർ, പ്രകടമായ ഗുണം കാണിക്കുന്ന സ്വഭാവമാണെന്ത്? ക്യാപിറ്റൽ Y യെല്ലോ സീഡ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ക്യാപിറ്റൽ ലെറ്റർ കാണിക്കുന്ന സ്വഭാവങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് ഡോമിനൻ്റ് ആയിരിക്കും. സ്മോൾ y അല്ലെങ്കിൽ സ്മോൾ ക്യാരക്ടറിൽ കാണിക്കുന്ന, സ്മോൾ ലെറ്റേഴ്സിൽ കാണിക്കുന്ന എന്തായിരിക്കും? റെസസീവ് അല്ലെങ്കിൽ ഗുപ്തഗുണമായിരിക്കും. ഇനി ഉറപ്പായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു പാരൻസിൽ നിന്നുണ്ടാകുന്ന ക്രോസ് നമ്മൾ വരച്ചു നോക്കാം. സോ ക്യാപിറ്റൽ Y, സ്മോൾ y. ക്യാപിറ്റൽ Y യെല്ലോ പ്ലാന്റിൽ നിന്ന് ഉണ്ടാകുന്ന ഗമേറ്റ് ക്യാപിറ്റൽ Y ആയിരിക്കും. സ്മോൾ y ഗ്രീൻ സീഡുള്ള പ്ലാന്റിൽ നിന്ന് ഉണ്ടാകുന്ന ഗമേറ്റ് സ്മോൾ y ആയിരിക്കും. ഗമേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റൗണ്ടിൽ കാണിക്കാറുണ്ട്. ഇനി ഇങ്ങനെ ക്യാപിറ്റൽ Yയും സ്മോൾ yയും കൂടി ക്രോസ് ചെയ്തുണ്ടാവുന്ന ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ Y ആൻഡ് സ്മോൾ y. ഇനി പറഞ്ഞു തന്നെ, ക്യാപിറ്റൽ Yയും സ്മോൾ y ഉണ്ടായിരിക്കുമ്പോൾ ഏത് ക്യാരക്ടർ ആയിരിക്കും അവിടെ ഡോമിനൻ്റ് ആയിരിക്കുക? ഉറപ്പായിട്ടും അത് ക്യാപിറ്റൽ ലെറ്ററിൽ കാണിക്കുന്ന ക്യാരക്ടർ ആയിരിക്കും. സോ ഫസ്റ്റ് ജനറേഷൻ ഇത് F1 ആണ്, ഒന്നാം തലമുറയാണ് കാണിച്ചിട്ടുള്ളത്. F1 ഡോമിനൻ്റ് ക്യാരക്ടർ യെല്ലോ സീഡായിരിക്കും. യെല്ലോ സീഡ് പ്ലാന്റ് ആയിരിക്കും F1. ഇവിടുത്തെ റെസസീവ് അല്ലെങ്കിൽ ഗുപ്തഗുണം, മറഞ്ഞിരിക്കുന്ന സ്വഭാവം എന്താണ്? ഗ്രീൻ സീഡ് അല്ലെങ്കിൽ സ്മോൾ y ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, വായിക്കുക. വിച്ച് വിൽ ബി ദി റെസസീവ് ട്രേറ്റ്? ഗുപ്തഗുണം ഏതാണ് ഇവിടെ? സ്മോൾ y, ഗ്രീൻ സീഡാണ് ഇവിടുത്തെ ഗുപ്തഗുണം. മാറിയിട്ട് ഒരു ഉത്തരം കിട്ടിയ ആവേശത്തിലൂടെ എന്ത് ചെയ്ത് വെക്കരുത്? ക്യാപിറ്റൽ Y എഴുതി വെക്കരുത്. ഇവിടുത്തെ റെസസീവ് ട്രേറ്റ്, മറിഞ്ഞിരിക്കുന്ന ക്യാരക്ടർ എന്താണ്? ഗ്രീൻ സീഡാണ്. ഇങ്ങനെയാണ് ഈ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇത് ടഫാണെന്ന് വിചാരിച്ച ഒരു താല്പര്യത്തിനകത്ത് മാറ്റി വയ്ക്കാൻ പാടില്ല. നമുക്ക് മിക്കവാറും ഇതിപ്പോൾ 2023 മോഡൽ ചോദിച്ചു, 24 ചോദിച്ചു, ഈ കഴിഞ്ഞ 25 മോഡലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പഠിച്ചിട്ട് പോകാം കേട്ടോ.